ഈ വട്ടത്തെ ചെറിയ പെരുന്നാൾ നേരത്തെ ഉജ്ജീവേ അജ്മലെ രണ്ടുപേര് തീരുമാനിച്ചോണം നിങ്ങളുടെ വീട്ടിൽ ഞാൻ എപ്പോ വരണമെന്ന്. എന്റെ കാര്യത്തിൽ നീ മേടിക്കണ്ട, പിന്നെ ഇവന്റെ കാര്യമുള്ളൂ. എടാ അവനാണെങ്കിലേ 2-3 വട്ടം എന്നെ നോമ്പ് മുറിക്കാൻ വിളിച്ചിട്ടുണ്ട്. നീ അതുപോലും ചെയ്തില്ലല്ലോ. അത് ശരിയാക്കാം. ഉച്ചയ്ക്ക് നിന്റെ വീട്ടിൽ ഞാൻ വരുന്നു, വൈകിട്ട് അവന്റെ വീട്ടിൽ. ഈ വട്ടം സ്പെഷ്യൽ മട്ടനാണ്. അവന്റെ വീട്ടിൽ മട്ടനാ, അപ്പൊ അതിന് മേളി ഇനിയും പിടിക്കാനൊന്നും പറ്റത്തില്ല. കുറഞ്ഞതൊരു ബീഫെങ്കിലും കാണുമല്ലോ. പിന്നെ എന്നാ പെരുന്നാളെന്ന് പറഞ്ഞാ നാളെ. എന്നാ ഞാൻ മെഡിക്കൽ സ്റ്റോറി വരെ പോവാ. എൻ്റെ വയറൊന്ന് ക്ലീൻ ആക്കണം, ഫുഡ് കഴിക്കാനുള്ള. അതുകൊണ്ടാ റെഡിയാക്കി വെക്ക. അജ്മലേ എടാ ഞാൻ ബാങ്കിലോട്ട് പോവാ, നീ വീട്ടിലോട്ട് ഇല്ല. ഞാൻ എന്നാലേ വീട്ടിലോട്ട് പോയിട്ട് വരട്ടെ. വാപ്പായ പേടിയുള്ളൊരു മോൻ. നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്നത്. വാപ്പായ ഉമ്മ ആരെയും മേടിക്കേണ്ട ആവശ്യമില്ല. പൈസ ഉള്ളവൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൊണ്ട് പോവാ. നിന്നെ വിളിച്ച്, പക്ഷെ എന്നെ വിളിച്ചില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ വരും? അതിനൊരു ഐഡിയ ഉണ്ട്. എങ്ങനെ? എടാ അളിയാ, നിന്റെ വീട്ടിലോട്ട് വരുന്ന വഴിയാ. നമ്മുടെ ആ കിടങ്ങേത്തുനിന്ന് ബൈറൂട്ട് വരുന്നല്ലയോ? ആണ്. നിനക്ക് എന്റെ വീട്ടിലോട്ട് വഴി അറിയത്തില്ല, നീ എപ്പോഴും വരുന്നല്ലേ? എടാ എനിക്ക് വഴി അറിയാത്തോണ്ടായിരുന്നു. ഞാൻ നമ്മുടെ അക്കുനെ വിളിച്ചോണ്ടാ വരുന്നത്. അയ്യോ, ഞാൻ അക്കുനെ വിളിച്ചിട്ടാ, ഞാൻ മറന്നുപോയി. എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ അതുകൊണ്ട് എന്റെ ഇവിടെ അക്കു ഉണ്ട്, കുഴപ്പമില്ല. അവനും ഉണ്ട് എന്റെ കൂടെ. എനിക്ക് വഴി അറിയാത്തോണ്ടാ ഞാൻ അവനെ വിളിച്ചോണ്ടാവും. എന്തായാലും നീ അവനെ വിളിച്ചോണ്ട് വാ, പെട്ടെന്ന്. എങ്ങനെയുണ്ട് ഐഡിയ? ഈ ഐഡിയ നമ്മൾ നാളെ പ്രവർത്തിക്കും, കണ്ടാ പോരെ. എടാ ഇത് വൈകിട്ടത്തേക്കുള്ളതേ നമുക്ക് ആയുള്ളൂ. ഉച്ചത്തേക്ക് ഇപ്പോഴും പട്ടിണിയാ. ഒപ്പീര് വകുപ്പ് ഒപ്പീര്. എടാ അജിമല, അവൻ ആരും വിളിക്കത്തൊന്നുമില്ല. മിക്കവാറും ഞാൻ ഉച്ചയ്ക്ക് മുനീറിന്റെ വീട്ടിലങ്ങ് പോകും. അതാണ് നടക്കത്തോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, അവൻ പണ്ട് തൊട്ടേ ഇച്ചിയാ. മുനീറിന്റെ അടുത്ത് മട്ടൻ അവൻ പറഞ്ഞായിരുന്നു എന്നോട്. അജ്മലിന്റെ വീട്ടിലങ്ങോട്ട് പോയി കയറിയാലേ ഒരു കോഴിത്തോല് തന്നെ കിട്ടിയ വലിയ ഭാഗ്യം, അറിയാമോ? മോനെ അജ്മലേ, എന്താ പാപ്പ? മക്കളെ നീ പെരുന്നാളിന് ആരും വിളിച്ചില്ലയോടാ? നിന്റെ കൂട്ടുകാരെങ്കിലും വരുമോ? ഇല്ല പാപ്പ, അവരെല്ലാം ഞാൻ വിളിച്ചായിരുന്നു. അവരെല്ലാം തിരക്കിലാന്ന് പറഞ്ഞു. അല്ല മോനെ, പെരുന്നാളല്ലേ, വർഷത്തിൽ ഒരിക്കലൊക്കെ അല്ലേ ഉള്ളൂ. രാഹുലാണെങ്കിൽ അവൻ പുറത്തോട്ട് പോവാ. അതിന്റെ മെഡിക്കലിന് വേണ്ടി എറണാകുളം പോയേക്കുവാ. അവരുടെ അച്ഛൻ്റെ കൂടെ ബാങ്കിലോട്ട് പോയേക്കുന്നു. അവധിയായോണ്ട് എല്ലാരും പലയിടത്തും പോയി. നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയായിരിക്കണം മോൻ കൂട്ടുകാരെയൊക്കെ ഒഴിവാക്കി. അതുകൊണ്ട് ഇത്തവണ നമ്മൾ മാത്രമേ ഉള്ളൂ. സക്കാത്തിന് വന്നതായിരിക്കും അല്ലേ? സക്കാത്തിന് വന്നതാ. അരിയോ വല്ലതും തന്നാ മതിയോ? ഓ, ഈ കാലഘട്ടത്തിൽ അരിയൊക്കെ തരുന്നവരുണ്ടോ? വലിയ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്താ സക്കാത്ത് തരാൻ ഇത്ര ബുദ്ധിമുട്ട്? ഒരുപാട് പേര് വന്നായിരുന്നേ. സർവേശ്വരൻ പറഞ്ഞിട്ടുള്ളത് ഇല്ലാത്തവന് വാരിക്കോരി ഉള്ളവൻ കൊടുക്കണമെന്നാ. അറിയാവോ ഇജ്ജിന്? നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് എടുത്തോണ്ട് വരി. എന്താ പാപ്പ? വെളിയിൽ ഒരാളെ സക്കാത്തിന് വന്നായിരുന്നേ. അപ്പോൾ അവർക്ക് പൈസ ആയിട്ടൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല മോനെ. എന്തെങ്കിലും സാധനം കൊടുക്കാന്ന് വെച്ചാൽ അവരൊന്നും മേടിക്കുന്നുമില്ല. പാപ്പ എൻ്റെ കയ്യിലെങ്ങാണ്ടേ ഒരു 100 രൂപ ഇരിപ്പുണ്ട്. ഞാൻ അതെടുത്തോണ്ട് വരാം. പാപ്പ ഇടയ്ക്ക് ഞാൻ വരാം. മോനെ, ഈ വീടും സൗകര്യങ്ങളും ഒക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പണമുള്ള ആളാണ്. പാപ്പയോട് ദേഷ്യം വരുന്നത്. അത് പിന്നെ ബാപ്പയ്ക്ക് നല്ല ജോലി ഉള്ളപ്പോഴേ ലോൺ എടുത്ത് വീട് വെച്ച്. കൊറോണ ആയപ്പം ജോലി നഷ്ടപ്പെടാമെന്ന് ഞങ്ങളും വിചാരിച്ചില്ല, ബാപ്പയും വിചാരിച്ചില്ല. ഒരു കടം തീർക്കാൻ അടുത്ത കടം വാങ്ങി, കടമൊക്കെ പെരുകി. ഇപ്പം വീട് ജപ്തിയായി. എടാ എനിക്കിത് പുറത്ത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കുടുംബക്കാരൊക്കെ വലിയ ആൾക്കാരാണെന്ന് കരുതി ഇത് പുറത്തിറങ്ങ കണക്കേടല്ലേ? അതെനിക്കറിയാം ബാപ്പ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ പോയി പൈസ എടുത്തോണ്ട് വരാം. ബാപ്പ വെയിറ്റ് ചെയ്യും. അവനോട് ചോദിച്ചാലോ? എടാ ഒരു 100. എളിയാ, പെരുന്നാളായിട്ട് എന്ത് പരിപാടി? ഞങ്ങളിപ്പോ പറഞ്ഞ അത് നീ പറ. എടാ അത് എനിക്ക് മനസ്സിലായി, സമയം പറയാൻ വേണ്ടി വിളിച്ചല്ലോ. ബീഫ് അല്ലെങ്കിൽ മട്ടൻ. പിന്നെ നമ്മുടെ ഒരു 2-3 കൂട്ടുകാരും കൂടെ വരുന്നുണ്ടോ. അമ്മാര് ഈ പെരുന്നാളിനൊന്നും കൂടിയിട്ടൊന്നുമില്ല. എനിക്ക് സന്തോഷമായല്ലോ. എടാ പെരുന്നാളല്ലേ, അടിച്ചോ പൊളിക്ക്. കൊച്ചു കള്ള തുണിയൊക്കെ എടുത്തോ? എടാ ഉമ്മയ്ക്ക് വയ്യടാ, രാവിലെ തൊട്ട് നല്ല ശബ്ദില്ല. അതുകൊണ്ട് എങ്ങനാന്ന് വിചാരിച്ചിരിക്കുക. എടാ നിങ്ങളുടെ ഉമ്മ എന്താടാ കഷ്ടപ്പെടുത്തുന്നത്? വയ്യായിരിക്കുമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, പുറത്തുനിന്ന് ഫുഡ് മേടിക്കുക. എനിക്കാണെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡാണ് ഇഷ്ടം. എനിക്ക് വീട്ടിലങ്ങനെ അപ്പറയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. നമ്മുടെ ആ മറ്റേ അടൂരുള്ള അവിടെ നിന്ന് മേടിക്കുക.
മട്ടൻ മതി കേട്ടോ, മട്ടനാ സൂപ്പർ. അവിടുത്തെ സൂപ്പർ മന്തി ബിരിയാണി സൂപ്പറാ. എടാ ഞാൻ അങ്ങോട്ട് വിളിക്കാം നിന്നെ. നീ വിളിക്കണ്ട, നിന്റെ വീട്ടിൽ ഞാൻ കാണും. അമ്മാരും കാണും കേട്ടോ. ആടാ അതൊന്നും കുഴപ്പമൊന്നുമില്ല. നീ പെരുന്നാളിന് ഒരു 5 മിനിറ്റ് മുന്നേ വിളിച്ചാലും ഞാൻ അവിടെ എത്തും. അതൊന്നും സാരമില്ല, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വരാം. എടാ അതല്ലായിരുന്നു. എനിക്ക് മനസ്സിലായടാ, നീ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് അങ്ങനെ ഉള്ളില് സങ്കടമൊന്നുമില്ല. കഴിഞ്ഞ വട്ടം നീ വിളിച്ചിട്ടാന്നോ ഞാൻ നിന്റെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നേ. എനിക്കൊരു പ്രശ്നമില്ലല്ലേ, ഞാനങ്ങ് വന്നേക്കാം. ആടാ പള്ളി പോയിട്ട് വന്നേന്ന്. ഇവിടെ ഒരു 100 ബിരിയാണിക്ക് ഓർഡർ കൊടുത്തേക്കുന്നേ. നമ്മുടെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാം കൂടെ ഒരു 10-60-70 പേര് കാണും. ബാക്കി 30 ബിരിയാണി നമ്മളൊരു ഇതിനു വേണ്ടി മേടിച്ച് വെച്ചതാ. തീരെ ആർക്കും കിട്ടാതിരിക്കില്ലല്ലോ. കളിയാൻ മട്ടൻ ഉണ്ടോന്നോ? മട്ടൻ 60 എണ്ണം പറഞ്ഞിട്ടുണ്ട്, ബാക്കി ബീഫാ 40 എണ്ണം. എല്ലാവർക്കും കിട്ടണം, അതാണ് നമ്മുടെ ഒരു ഇത്. നിക്കണ ഒരു കോളെ. ആടാ രാഹുലെ പറയടാ. എടാ ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് വന്നോട്ടെ. ആടാ നിങ്ങൾ ഉച്ചയ്ക്ക് അജ്മലിന്റെ അടുത്ത് പോകുന്നില്ലേ പറഞ്ഞേ? ഞാൻ അവനെ വിളിച്ചായിരുന്നടാ, എന്തോ ഒരു വശപ്പശക്, അതുകൊണ്ടാ. ഓ എച്ചിത്തരം. പെരുന്നാളായിട്ട് പോലും അവന് 4 പേർക്ക് ആഹാരം കൊടുത്തുകൂടാ. റിസ്ക് എടുക്കാൻ വയ്യളിയാ, കാരണം അമ്മ കൂട്ടുകാരും ഉണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് നിന്റെ വീട്ടിലോട്ട് മട്ടൻ അവിടെ റെഡി അല്ലയോ? മക്കളെ മട്ടനും ബീഫും എല്ലാം റെഡി. ഇങ്ങനെ വന്നുക കഴിക്കുക പോവുക, അത്രേ ഉള്ളൂ. യു ആർ ഓൾവേസ് വെൽക്കം. ചെമ്പ് പൊട്ടിക്കുന്നതിന്റെ അടുത്ത 2 നിമിഷത്തില് ഞങ്ങൾ അവിടെ കാണും. അപ്പൊ ആദ്യം മന്തി തന്നെയാണല്ലേ ലക്ഷ്യം? പിന്നല്ല, അതാവുമ്പോ പോകുന്നതിന് മുന്നേ ഒരു റൗണ്ട് കൂടി ഇരുന്ന് കഴിച്ചിട്ട് പോവാല്ലോ. ഏത് നീ ഇരുന്നും കിടന്ന് എങ്ങനെയൊക്കെ വേണേലും തിന്നോ, നമ്മുടെ സാധനം തീരത്തില്ല. ഓ ശരി മച്ചാനെ. നീ പേടിക്കണ്ട, ആരും വരാൻ പോകുന്നു. മനുഷ്യരങ്ങനെ നല്ലത് നോക്കി എപ്പോഴും ചൂസ് ചെയ്യത്തുള്ളൂ. അത് ചില സമയത്ത് നമുക്ക് അനുഗ്രഹമാണ് മോനെ. ചോറും പരിപ്പ് കറി ഉണ്ട് മോനെ, നമുക്ക് കഴിക്കാം. ഞാൻ വിചാരിച്ചു നിങ്ങൾ വരത്തില്ലെന്ന്. അവസരത്തിനകത്ത് മോൻ മാറുന്ന കൂട്ടുകാർ കാണുമായിരിക്കും. പക്ഷെ കൂട്ടുകാരനൊരു പ്രശ്നം വന്നെങ്കിൽ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ നീ കണ്ടിട്ടില്ലല്ലോ. നീ നമ്മളോടൊന്നും പറയുന്നില്ലെങ്കിലേ നിന്റെ കാര്യമൊക്കെ ഞങ്ങൾ തിരക്കുന്നുണ്ടോ? എവിടെ പോന്ന്? അജ്മലിന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോവാ. ജപ്തിയായി പട്ടിണി പരിവട്ടമായ വീട്ടിൽ നിന്ന് തന്നെ നിനക്കൊക്കെ ഫുഡ് കഴിക്കണം ഇല്ലയോ? അത് ഈ പെരുന്നാളിന്. ജപ്തിയോ? കൂട്ടുകാരായ നിങ്ങൾക്ക് കഥയൊന്നും അറിയത്തില്ല, അതോ അവൻ പറഞ്ഞില്ലയോ? ജപ്തിയായിട്ടിരിക്കുക, ഈ ആഴ്ച തന്നെ ആണ് എന്തായാലും. മക്കളെ കഴിക്കാം, താണ്ടെല്ലാം എടുത്തു വെച്ചേക്കുന്നു. ഈദ് മുബാറക്. ഈദ് മുബാറക്. നമ്മൾ വരുന്നതിന് തുടങ്ങിയാടോ? അല്ല നിന്റെ വീട്ടിൽ മട്ടൻ ഉണ്ട്. അത് ദാണ്ടേ നിങ്ങളെ ഫ്രണ്ട്സ് ഇല്ലാതെ എനിക്കെന്ത് പെരുന്നാള്? എടാ മുനീറ, നമ്മുടെ അജ്മലിന് വേണ്ടിയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഫണ്ട് കുറച്ച് നമ്മുടെ കിടപ്പില്ലേ, നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാടാ. എന്നാ അങ്ങനെ ചെയ്യാം. അതിനിപ്പോ എന്തുവാ? ഇക്ക പിന്നെ ആ ജപ്തി ഒന്ന് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുവാട്ടോ. പൈസയുടെ കാര്യം പൈനീറുള്ള പിള്ളേർ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടോ. സന്തോഷമായില്ലയോ?